കോട്ടയത്ത് CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ പ്രതി അന്തർ സംസ്ഥാന കുറ്റവാളിയെന്ന് പോലീസ്. തൃശൂർ സ്വദേശി സലീഷ് കുമാറാണ് അറസ്റ്റിലായിരിക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരിക്കുന്ന വിവരം? പല തരത്തിലുള്ള തട്ടിപ്പാണ്. അതിൻ്റെ ഈ CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞൊക്കെ തട്ടിപ്പ് നടത്തുക. എന്താണ് ഈ കേസ്? പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത് എങ്ങനെയാണ്, ടോബി? ഏതാനും നാളുകൾക്ക് മുമ്പാണ് കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള ഒരു വീട്ടമ്മയിൽ നിന്നും ഇത്തരത്തിൽ CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ഫോൺ ചെയ്ത് അവർക്കെതിരെ ഒരു കേസുണ്ട്, ഒരു മണി ലോണ്ടറിങ് കേസ് ഈ അവരുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾക്കെതിരെ കേസുണ്ട്, മഹാരാഷ്ട്രയിൽ കേസുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതുവഴി 1,86,62,000 രൂപ തട്ടിയെടുക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു അന്വേഷണം കോട്ടയം പോലീസ്, കാഞ്ഞിരപ്പള്ളി പോലീസ് നടത്തി. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ, ഈ പണം, ഈ വീട്ടമ്മയിൽ നിന്നും തട്ടിയെടുത്ത പണം വിവിധ സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഗോവ, അതുപോലെ തന്നെ കോയമ്പത്തൂർ തുടങ്ങിയ പല ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായിട്ട് കണ്ടെത്തിയത്. ആ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹത്തെ ഗോവയിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. തുടർന്നാണ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നത്. ആ അന്വേഷണത്തിലാണ് ഇയാൾ തൃശ്ശൂർ സ്വദേശിയാണ്, വരന്തരപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹത്തിന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ 2 സ്ഥലങ്ങളിൽ കേസുകളുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മറ്റ് സംസ്ഥാനങ്ങളിലും തെലുങ്കാന, കർണാടക, തമിഴ്നാട്, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലും കേസുകളുണ്ട്, ഈ സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് കേസുകളുണ്ടെന്ന് കണ്ടെത്തുന്നത്. ഏതായാലും ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ഈ തെലുങ്കാന പോലീസ് തെലുങ്കാനയിൽ നടന്ന ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷയും നൽകിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ മലയാളികളും പങ്കാളികളാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേസോടുകൂടി പുറത്തു വരുന്നത്. വിശദമായ അന്വേഷണം തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇത്തരം പല സ്വഭാവത്തിലുള്ള തട്ടിപ്പുകളിൽ നമ്മൾ വ്യക്തിപരമായി ജാഗ്രത പുലർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഈ സംശയം തോന്നുന്ന ഘട്ടത്തിൽ അത് പോലീസിനെ അറിയിക്കുക, അതുപോലെ നമ്മൾ സ്വയം ഒരു ജാഗ്രത പുലർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പുറത്തു വരുന്ന വാർത്തകൾ, അതിൻ്റെ സ്വഭാവം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഓൺലൈൻ തട്ടിപ്പ്, ഈ ഡിജിറ്റൽ അറസ്റ്റ്, അതുപോലെ പല തരത്തിലുള്ള തട്ടിപ്പുകളാണ് വരുന്നത്. അതിൽ എല്ലാവരും വ്യക്തിപരമായ ഒരു ജാഗ്രത പുലർത്താനുള്ള ശ്രദ്ധയും വെക്കേണ്ടതുണ്ട്.